പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇന്ന് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ എന്ന പാഠം അതിൻ്റെ ചോദ്യോത്തരങ്ങളും പഠിക്കാം. വാട്ട് മെയ്ഡ് ദ സ്ക്വിറൽ ആംഗ്രി? എന്താണ് സ്ക്വിറലിനെ ദേഷ്യം പിടിപ്പിച്ചത്? ദ മൗണ്ടെയിൻ കോൾഡ് ദ സ്ക്വിറൽ ലിറ്റിൽ പ്രിഗ്. ദിസ് മെയ്ഡ് ദ സ്ക്വിറൽ ആംഗ്രി. മൗണ്ടെയിൻ സ്ക്വിറലിനെ ലിറ്റിൽ പിഗ് എന്ന് വിളിച്ച് കളിയാക്കി. അതാണ് സ്ക്വിറലിനെ ദേഷ്യം പിടിപ്പിച്ചത്. ദ സ്ക്വിറൽ സ്പീക്സ് ഓഫ് എ സ്ഫിയർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? സ്ഫിയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ക്വിറൽ സ്പീക്സ് ഓഫ് എ സ്ഫിയർ വിച്ച് മീൻസ് എർത്ത്. സ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്തിനെയാണ്, ഭൂമി. ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ എക്സ്പ്രഷൻ? കഴിവുകൾ വ്യത്യസ്തമാണ് എന്ന ഈ പ്രയോഗം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ടാലൻറ്റ് ഓഫ് വൺ പേഴ്സൺ ഡിഫർ ഫ്രം ടാലൻറ്റ് ഓഫ് അതർ പേഴ്സൺ. ഒരാളുടെ കഴിവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മറ്റൊരാളുടെ കഴിവ്. ഹൗ ഡിഡ് ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ സെറ്റിൽ ദെയർ ആർഗ്യുമെൻറ്റ്? മലയും അണ്ണാനും തമ്മിലുള്ള വഴക്ക് എങ്ങനെയാണ് അവസാനിച്ചത്? ദേ റിയലൈസ്ഡ് ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട് ബൈ ദ നേച്ചർ. So all the creatures in this world has its own importance. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും വളരെ കൃത്യമായും ബുദ്ധിപരമായുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോന്നിനും ഓരോ പ്രാധാന്യം ഉണ്ട്. ഇക്കാര്യം മലയും അണ്ണാനും തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ അവരുടെ വഴക്ക് അവസാനിപ്പിച്ചു. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് മാച്ച് വിത്ത് ദ തീം ഓഫ് ദി പോയം? താഴെ പറയുന്നതിൽ കവിതയുടെ വിഷയവുമായി ബന്ധമില്ലാത്ത വാക്യം ഏത് എന്ന് കണ്ടെത്തി എഴുതുക. ഒന്നാമത്തത്, എവരി ക്രിയേച്ചർ ഇൻ ദ വേൾഡ് ബിഗ് ഓർ സ്മോൾ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. ഈ ലോകത്തിലെ ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. രണ്ടാമത്തത്, ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെയർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിപരമായ കഴിവുകളുണ്ട്. അടുത്തത്, എവരിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ. നത്തിങ് ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ എനി അതർ. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായ റോളുകളുണ്ട്. ഒന്നിൻ്റെയും റോൾ മറ്റൊന്നിൻ്റെക്കാൾ ചെറുതല്ല, വലുതുമല്ല. അടുത്ത സെൻറ്റൻസ്, ദ മൗണ്ടെയിൻ റിക്വസ്റ്റ്സ് ഫോർ ദ സ്ക്വിറൽസ് ഹെൽപ്പ്. മല അണ്ണാൻ്റെ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നു. മുകളിൽ പറഞ്ഞ വാക്യങ്ങളെല്ലാം ഈ കവിതയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു വാക്യമാണ് ഈ കവിതയിൽ ഇല്ലാത്തത്. അപ്പോൾ ശരിയായ ആൻസർ ഇതാണ്. അടുത്തത് ആക്ടിവിറ്റീസ് നോക്കാം. ഫിൽ ഇൻ ദ കോളംസ് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ ചില പദപ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായ കോളത്തിൽ എഴുതുക. വെരി ബിഗ്, സ്മോൾ, ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദ ബാക്ക്, ക്യാൻ ക്രാക്ക് എ നെറ്റ്. ഇത് സ്ക്വിറൽ എന്ന കോളത്തിലും മൗണ്ടെയിൻ എന്ന കോളത്തിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് പൂരിപ്പിക്കുക. സ്മോൾ, ക്യാൻ ക്രാക്ക് എ നെറ്റ് ഇത് സ്ക്വിറലിൻ്റെ കോളത്തിലും, വെരി ബിഗ്, ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദ ബാക്ക് എന്നുള്ളത് മൗണ്ടെയിൻ്റെ കോളത്തിലുമാണ് വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 2. റീഡ് ദ ലാസ്റ്റ് 4 ലൈൻസ് ഓഫ് ദി പോയം. ഈ കവിതയിലെ അവസാനത്തെ 4 വരികൾ താഴെ കൊടുത്തിരിക്കുന്നു. എ വെരി പ്രിറ്റി സ്ക്വിറൽ ട്രാക്ക്, ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്, neither can you crack a nut. In the first line, the word track has the same sound as the word back in the third line. ആദ്യത്തെ വരിയിലെ ട്രാക്ക് എന്ന ശബ്ദം മൂന്നാമത്തെ വരിയിലെ ബാക്ക് എന്ന വാക്കും അവസാനിക്കുന്നത് ഒരേ ശബ്ദത്തിലാണ്. The word track rhymes with the word back. ഇതുപോലുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതുക. pick out more rhyming words from the poem. ഇതുപോലുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതുക. ആൻസർ വരുന്നത്, ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ ഹാഡ് എ കോറൽ.
ഇവിടെ എൽ എന്ന ശബ്ദം ഒരുപോലെ വരുന്നു. ഇതുപോലെ മറ്റു വരികളും കണ്ടെത്തി എഴുതുക. ആക്ടിവിറ്റി നമ്പർ 3. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. താഴെ തന്നിരിക്കുന്ന വരികൾ വായിച്ചു നോക്കുക. ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിരൽ ഹാഡ് എ കോറൽ ആൻഡ് ദ ഫോർമർ കോൾഡ് ദ ലിറ്റിൽ പ്രിഗ്. In the third line, the sound is repeated in the beginning of the words later and little. This is an example for alliteration. ഈ വരികളിൽ ലേറ്റർ എന്ന പദവും ലിറ്റിൽ എന്ന പദങ്ങളും തുടങ്ങുന്നത് എൽ എന്ന ശബ്ദത്തോടു കൂടിയാണ്. ഇങ്ങനെയുള്ള പദങ്ങൾക്ക് അല്ലിറ്ററേഷൻ എന്ന് പറയുന്നു. മൈ ലവ്സ് എ റെഡ് റെഡ് റോസ്. ഇൻ ദിസ് എക്സാമ്പിൾ ആർ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് 3 times. Now identify and write down words that are examples for alliteration from the last 4 lines of the poem. ഈ വരികളിലെ ആർ എന്ന ശബ്ദം 3 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. ഈ കവിതയിലെ അവസാനത്തെ 4 വരികളിൽ നിന്ന് അലിറ്ററേഷനുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്, ഇഫ് ഐ കനോട്ട് ക്യാരി forests on my back, neither can you crack a nut. Write a summary of the poem choosing relevant sentences from those given below. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഉപയോഗിച്ച് ഈ കവിതയ്ക്ക് ഒരു എസ്സേ തയ്യാറാക്കുക. The mountain and the squirrel began a quarrel with each other. They quarrel because the mountain feels that it is more important. The squirrel says that it takes a year to make all sorts of things and weather. The squirrel says that he is quicker than the mountain. The mountain has got many trees on it. The squirrel says the mountain is wise. The squirrel is grateful to the mountain for giving him a path to move along. The poem tells us that everyone has his or her own talent and hence everyone has a contribution to make. അതിൻ്റെ ആൻസർ നോക്കാം. The mountain and the squirrel is a beautiful poem. This poem begins with a quarrel by the mountain and the squirrel. The mountain feels that it is more greater than the squirrel is the reason for the quarrel. But the squirrel in this poem replied the mountain that it takes a year to make all sorts of things and whether the poem gives us a good message. Everyone has his own or her own talent. അടുത്തത് ഒരു പസിൽ ചെയ്യാനാണ്. അത് എക്രോസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. 1. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്. 7 ലെറ്റേഴ്സിലുള്ള ഒരു വേർഡാണ്, അത് കോറലാണ്. അടുത്തത് 2. ദിസ് വേർഡ്സ് മീൻസ് ദ സെക്കൻഡ് മെൻഷൻഡ് എന്ന് പറയുമ്പോൾ ലേറ്റർ എന്ന പദം. അതുപോലെ എ പേഴ്സൺ ഹൂ ബിഹേവ്സ് ഹീ ഈസ് സുപ്പീരിയർ ടു അതേഴ്സ്, അത് ആ വേർഡ് ഏതാണ്? പ്രിഗ്. വിച്ച് വേർഡ് ഈസ് യൂസ്ഡ് ഹിയർ ഫോർ എർത്ത്? സ്ഫിയർ. വി യൂസ് ദ വേർഡ് ടു ഇൻഡിക്കേറ്റ് ഷെയിം ഓർ ഡിസ്ക്രെഡിറ്റ്. ഡിസഗ്രി. അടുത്തത് ഹൂ സ്റ്റാർട്ടഡ് ദ കോറൽ ഹിയർ? ആരാണ് കോറൽ സ്റ്റാർട്ട് ചെയ്തത്? മൗണ്ടൻ. ദിസ് വേർഡ് means break or cause to break. Answer crack. This word means energetic or lively. Spry. There is word in the poem means beautiful. Pretty. This is another word for path. Answer track. Doing my best even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't seem to get